പരുന്തിൽ മാത്രമേ ഞങ്ങൾ ഒരു സീനിലുള്ളൂ. എന്നെ മനസ്സിലാവുന്നില്ല, ഞാനൊരു നേഴ്സായിട്ട് എൻ്റെ ക്യാരക്ടർ അവിടെ എത്തുമ്പോൾ മാറിപ്പോയി. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. മമ്മൂക്കായുടെ ഒരു പ്രത്യേക എനർജി അല്ലേ. പിന്നെ നമ്മൾ കുഞ്ഞിലേ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഒരു പേഴ്സണ് പെട്ടെന്ന് ഇങ്ങനെ മുമ്പിൽ വരുമ്പോൾ വണ്ടറായി പോകും. കുത്ത് കിട്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര പെയിൻഫുള്ളായിട്ട് ശരിക്കും കുത്ത് കിട്ടിയ പോലെയാണ് അഭിനയിച്ച് വരുന്നത്. അങ്ങനെ ഫീൽ ചെയ്യാം നമുക്ക്. അങ്ങനെ വന്ന് അടുത്ത് എന്നോട് ഡയലോഗ് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കണമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കണ്ണിലേക്ക് നോക്കി നിൽക്കുക. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു ഡയലോഗ് പറയടീ എന്നിങ്ങനെ പറയുന്നത്. അങ്ങനെ പല്ലിങ്ങനെ ഞെരിച്ചിട്ട് ഡയലോഗ് പറയടീ പറയുന്നത്. ഒന്നുകൂടെ നോക്കിയിട്ട് ഒന്നുകൂടെ പറയാന്ന്. അപ്പോൾ ഞാൻ എന്താ പറ്റിയത് ഞാൻ ചോദിച്ചു. പിന്നെ റോഷാക്കിലാണ്. പക്ഷെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണോ ഇതൊക്കെ ചെയ്തതെന്ന് നമുക്ക് തോന്നുന്നു. അതൊരു കഥാപാത്രത്തിലേക്കുള്ളൊരു പരകായ പ്രവേശം ഭയങ്കര രസമാണ്. പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള മമ്മൂക്കയുടെ ഒരു കൊതിയാണല്ലോ, ആർത്തിയാണ്. അല്ലെങ്കിൽ വിനായകന് നായകനായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മമ്മൂക്കയുടെ ഒരു മനസ്സിന്റെ വിശാലതയാണ് അവിടെ കാണുന്നത്.